ഈ കാണുന്നതെല്ലാം അട്ടകളാണ് കേട്ടോ. ഇത് നോക്കി, ആയിരക്കണക്കിന് അട്ടകളാണ് എൻ്റെ കാലിൽ കടിച്ചത്. കുഞ്ഞും ചെറുതും എല്ലാം കൂടി ആയിട്ട് കുറേ ഉണ്ട് ഗൈസ്. നോക്കി, അത്ര ഹൈറ്റിലോട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അഡ്വഞ്ചറാണ്. ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ് കേട്ടോ. നെല്ലിയാമ്പതിയിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4:30 മണിക്ക്, വെളുപ്പിന് 4:30 മണിക്കാണ് നമ്മളിവിടെ ഇറങ്ങിയേക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 8:30. ഞങ്ങൾ വളരെ സ്ലോയിൽ, വളരെ പയ്യെ, സാവധാനമൊക്കെ ആയിട്ടാണ് വന്നത്. അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം നിർത്തി, ചായ കുടിക്കേണ്ട സ്ഥലങ്ങളെല്ലാം ചായ കുടിച്ച് വളരെ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഏകദേശം ഒരു 8:30 അല്ലേ, ഒരു 8:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയേക്കുന്നത് നെല്ലിയാമ്പതിയിലുള്ള നാട്ടുകാരനായിട്ടുള്ള രതീഷ് ബ്രോൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ബ്രോയാണ് നമ്മളെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നേക്കുന്നത്. രതീഷ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കുവിൻ്റെ ചങ്കാണ്. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചു, നീ മക്കളെ ഇങ്ങോട്ട് പോന്നേക്കടാന്ന് പറഞ്ഞ്, ബാക്കി ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കിക്കോളാന്ന് പറഞ്ഞേക്കണേ. അപ്പൊ എന്തായാലും മക്കളെ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞപ്പോ കൂടെ ഒരു അപ്പൂപ്പരുണ്ടെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. എന്തായാലും വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് രാവിലെ തൊട്ട് മുട്ട വൈബാണ്. അത് ആ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോസ്, ഞാൻ ഇടുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഭയങ്കര വലിയ നഷ്ടമാണ്. അത് തന്നെ, അതൊരു ഭയങ്കര വലിയ നഷ്ടമാണ്. ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഏറ്റവും വലിയൊരു നഷ്ടം വന്നു. കാരണം 2 മലമുഴക്കി വേഴാമ്പലുകള്, ഇണകള് ഒരേ സമയത്ത് പറന്ന് വന്നു. നമ്മൾ നടന്നു വന്ന് ഇവിടെ നിന്നോളൂ, ജസ്റ്റ് ഇവിടം വരെ നമുക്ക് എൻട്രി ഉള്ളു, അപ്പുറത്തോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ അതും കൂടി എടുക്കാൻ പറ്റുന്നെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്ത് ത്രില്ലിംഗ് ആയിരുന്നു. വളരെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് പോയിന്റിന്റെ അവിടെയാണ് നമ്മൾ ഉള്ളത്. സീതാറൗണ്ട് സൂയിസൈഡ് പോയിന്റ് ആണ്. യെസ്, അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സൈറ്റ് സീനും കാര്യങ്ങളെല്ലാം കണ്ട്, ഞാൻ വീഡിയോസ് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടുമിക്ക ഒന്നും കട്ട് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇടാനായിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ രണ്ടാമത്തെ തവണ ഇവിടെ എത്തണം കേട്ടോ. ഇവിടെ കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ വന്നപ്പോൾ ഈ വെയിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങോട്ടും കുറച്ചും കൂടിയൊക്കെ അങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടത് ഇവിടെ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഇല്ല, ഇത് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 കൊല്ലം മുമ്പ് വരെ നമുക്ക് പോകാമായിരുന്നു. ഇത് നേരെ ഇപ്പം 2-3 പേര് ഇവിടെ ആക്സിഡന്റിൽ പെട്ട് മരിച്ചായിരുന്നു. അതായത് ഇതിപ്പോ നേരത്തെ ഇപ്പോഴാണ് ഈ വേലയും കാര്യങ്ങളൊക്കെ കെട്ടിക്കണം. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ കുറേ പേര് മരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചേക്കണം. മുമ്പ് വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്ന 8ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. മുമ്പ് വരുമ്പോൾ വെച്ചാൽ ത്രില്ലിങ്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞങ്ങളുടെ വന്നിട്ടില്ല. 3 വർഷം മുമ്പ് വരെ പോകുന്നത് അങ്ങോട്ട് പോകും. അങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറെ നല്ല സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് അടച്ചു പൂട്ടിയിട്ട പോലെ പോയി. മറ്റേതല്ല, ഫ്രീഡം അവിടെ പോയി കഴിഞ്ഞാൽ പോകുന്ന ഒരു ത്രില്ലിംഗ് ആണ്. അത് പക്ക എൻജോയ്മെന്റ് ആണ്. നമ്മളൊരു 3-4 പേര് നമുക്ക് വേണ്ടപ്പെട്ട ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ തന്നെ പോയാൽ കൺകുളിർക്കെ കണ്ടും രസിച്ചും പിടിച്ചും പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നതാണ്. നല്ലവർക്ക് ഏറ്റവും ഇറക്കവും അവിടെ നിന്ന് കീഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര രസമുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ അടച്ചു പൂട്ടിയിട്ട പോലെ ഒരു നിസ്സാര ഏരിയയിൽ വെച്ചത് കൂട്ടപ്പെട്ടു പോയി. അല്ല, ഇത് നമുക്കിപ്പോൾ ഒരു
അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്, നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല അധികൃതരെ. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ സേഫ്റ്റി, ഇത് പോപ്സന്റെ ഒരു സംഭവമാണ്, പോപ്സന്റെ എസ്റ്റേറ്റ് ആണ് അപ്പുറത്തേക്ക്. അപ്പോൾ അവിടെ അവർക്ക് അതിനകത്ത് സേഫ്റ്റി കാര്യങ്ങളൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് ശരിക്കും നയപ്രകാരം. പക്ഷെ ആൾക്കാർ വന്ന് മാന്യമായിട്ട് പോകണ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ മഞ്ഞും മഴയൊക്കെ വരുന്ന സമയത്ത് വരുമ്പം സ്ലിപ്പായി താഴത്തേക്ക് പോകുന്ന അങ്ങനെയൊക്കെ കുറെ ഇൻസിഡന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അത് ശരിക്കും ഇപ്പൊ വേലിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. ഈ പറഞ്ഞ പോലെ അപകട മേഖലകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള തീർച്ചയായിട്ടും വേണമല്ലോ. അല്ല, അത് ശരിക്കും എങ്ങനെയല്ല വേണ്ടത്, ശരിക്കും കൂടി കുറച്ചും കൂടി ഇതായിട്ടാണ് വേണ്ടത്. പക്ഷെ എന്നാലും താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു വെച്ചെന്ന് മാത്രം. പിന്നീട് ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ട സേഫ്റ്റി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഈ ഇത്രയും ദൂരം വരാനുള്ള ഒരു കാരണം ഈ ഒരു യാത്ര തന്നെ. എന്തായാലും സംഭവം ഇനിയും അങ്ങോട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ വീണ്ടും എടുത്ത് പറയണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇനി അടുത്ത വേറെ ലെവലാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും അടിപൊളി ലെവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അല്ല ഇതൊക്കെ വെറുതെ ചെറിയ സാമ്പിളാണ്. നമ്മള് അടുത്ത വേറെ ലെവലിലേക്കാണ് പോകുന്നത്. ഉപ്പും കൂടി മിക്സ് ചെയ്തേക്കണ ഒരു സംഭവം ഉണ്ട്, അത് കണ്ടോ? അതെ, ഇതാണ് സാധനം കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അട്ട കടിക്കാൻ നേരത്ത് ഈ അട്ടയുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തെ ബ്ലഡും കാര്യങ്ങളൊക്കെ കാണാൻ നേരത്താണ്, അതിന്റെ സ്മെല്ലൊക്കെ അറിയാൻ നേരത്താണ് ഈ സാധനം നേരെ അത് തന്നെ പെട്ടെന്ന് കയറി പിടിക്കും. അപ്പൊ ആ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇതിനെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതി ചെയ്യണം കേട്ടോ. അതണ്ട നല്ല പോലെ കയ്യിലെടുത്തിട്ട് കാലിലൊക്കെ നല്ലപോലെ തേച്ച് അങ്ങോട്ട് കൊടുക്കണേ. എല്ലാവരും തേക്കണേ, എനിക്കും തേക്കണം. രതീഷ് ബ്രോ തേക്കണല്ലേ? അപ്പൊ എല്ലാരും തേച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. അപ്പൊ രതീഷ് ബ്രോ ഉണ്ട് ഈ ഒരു ടിപ്പ് നമുക്ക് പറഞ്ഞു തന്നേക്കണേ. അപ്പൊ ഇനിയിപ്പോ ഇതുപോലെ തന്നെ കാടുകളിലൊക്കെ കയറാൻ വേണ്ടി പോകാൻ നേരത്ത് രതീഷ് ബ്രോയുടെ ഈ ഒരു ട്രിപ്പ് അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. എല്ലാവരും തച്ചിന് തച്ചുകൊണ്ടിരിക്കണ വേണ്ട. അങ്ങനെ അവസാനത്തെ രതീഷ് ബ്രോയും തേക്കണേണ്ട. ഈ സാധനത്തിന്റെ പവർ എന്തോരം നേരം നിൽക്കും ബ്രോ? കേറൂല. ഓക്കെ. അപ്പൊ അതെ നമുക്ക് അത്യാവശ്യം കടിച്ചിട്ട് പോയി ബ്ലഡ് വരുമ്പോൾ അറിയാൻ പറ്റൂല. അതെ അറിയാൻ പറ്റൂല തീർച്ചയായിട്ടും. അപ്പൊ ബ്രോയും തേച്ച് ഇനിയിപ്പോ ഞാൻ തേക്കണം. അപ്പൊ ഇത് കണ്ട സാധനം നമ്മൾ എടുക്കണേണ്ട. ഞാനും കുറച്ചെടുത്ത് പെട്ടെന്ന് ഫുള്ള് എടുത്ത് തീർക്കുന്നില്ല. അതേപോലെ കാലെടുക്കുക. ഇപ്പൊ എന്റെ കാലിന്ന് പറഞ്ഞ മിസ്സായുണ്ട്. നമ്മുടെ വെല്ലിന്റെ ഇടയിലോട്ട് കൂടി സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെല്ലിന്റെ ഇടയിലൊക്കെ കാരണം ഇതൊക്കെ കറക്റ്റായിട്ട് വെല്ലിന്റെ ഇടയിലൊക്കെ വന്നിരിക്കുള്ളൂ. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. യെസ് ബ്രോ. അപ്പം ഞങ്ങൾ നീങ്ങാതെ അപ്പോൾ ഒരു കുഞ്ഞരുവി, ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലമുകളിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടൊക്കെ വന്നതാണല്ലോ. അപ്പോൾ എല്ലാ വേരുകളിലും തട്ടിത്തടഞ്ഞൊക്കെ പോണ സാധനം ആയതുകൊണ്ട് നല്ല വെള്ളമായിരിക്കുള്ളൂ. നമ്മളപ്പോൾ എന്തായാലും കാലും കാര്യങ്ങളൊന്നും നനക്കണില്ല കേട്ടോ. സാധനം ഇവിടെ ഇപ്പം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എണ്ണയൊക്കെ തേച്ചേക്കൊണ്ട് കാലും കാര്യങ്ങളൊന്നും നനക്കണില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ നിന്ന് അത് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വഴി കൂടിയാണ് അങ്ങോട്ട് പോകാനുള്ളത്. സോപ്പിടാണ്ട് പോകില്ല. അതെ വേപ്പെണ്ണ സോപ്പിടാണ്ട് പോകില്ല കേട്ടോ. അത് ശരിയാണ്. എല്ലാവരും ഇവിടെ നിന്ന് കൈ കഴുകണേ. അപ്പോൾ എൻ്റെ ബാഗും കൊണ്ടാണ് കേട്ടോ പുള്ളി പോകുന്നത്. അപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞ് ചെക്ക് ഡാം. കുഞ്ഞ് ചെക്ക് ഡാം ചെക്ക് ഡാം. അവിടെ നമ്മൾ നോക്കിയാൽ നല്ല
ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞ് ചെക്ക് ഡാം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്താൻ നേരത്ത് നമ്മുടെ സേഫ്റ്റിയാണ് മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. വാവ്, അടിപൊളി അടിപൊളിയാണ്. അത് നോക്കി, നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ട ഡാമിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. അത് ഞാൻ ലൈറ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വെട്ടത്തിൽ കാണാൻ നേരത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ വരുന്നൊരു വെട്ടം കാര്യങ്ങളൊക്കെ. വാവ്, ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് പോകണേ കേട്ടോ. നമ്മൾ ഇതിലെ കൂടിയല്ല, ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത്. രതീഷ് ബ്രോ, നമ്മളിപ്പോൾ എങ്ങടെ പോണത്? നമ്മളിപ്പോൾ പോണത് മറ്റേ തോട്ടത്തിൻ്റെ അവിടെ തന്നെ ഒരു ഇതുണ്ട്, മറ്റേ ഗുഹയൊക്കെ ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തോരം ദൂരം ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാനായിട്ട്? കുറച്ച് പോകാനുണ്ടല്ലേ? ഇത് അവിടെ എന്താ സംഭവം? ആദിവാസികളുടെ അമ്പലം. ഓക്കെ, അവിടെ ഒരു ആദിവാസികളുടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ അവിടെ കാണാം കേട്ടോ. അപ്പോൾ അതെ നേരെ അങ്ങോട്ട് കാണുന്ന ഒരു അടിപൊളി വ്യൂവിലോട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല രസമുള്ളൊരു കാഴ്ച ഉണ്ടാ. ഞാൻ പയ്യെ ഒരു ഓവർടേക്ക് ചെയ്യട്ടെ, എന്നാലേ അതെനിക്ക് കാണിക്കാൻ പറ്റും. എടാ വാ, നോക്കി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാ. അടിപൊളിയാണ്. നമ്മുടെ ചുറ്റിനും ഇവിടെ കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ട, നമ്മൾ ആ കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടിയാണ് ഈ നടക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അത് നോക്കി, നമ്മുടെ എന്താ പറയുക, അതിരനല്ലേ, അതിരൻ പോലുള്ള ആ ഒരു അതിരൻ പോലുള്ള ലൊക്കേഷനിലൊക്കെ കണ്ടേക്കണ ഒരു സെറ്റും പോലത്തെയൊക്കെ ഉണ്ട്. സാനു കഷ്ടപ്പെട്ട് ചാമ്പണയാണ്. യെസ്, ചാമ്പണ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഭൂഗർഭജലം. അപ്പോൾ നമ്മളത് പഴയ ക്വാർട്ടേഴ്സാണ് കേട്ടോ, പഴയ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എല്ലാം ഇപ്പം ഇടിഞ്ഞൊളിഞ്ഞ് കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടതേ, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കയറിയേക്കണേ കണ്ട. അപ്പോൾ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ട, പണ്ടത്തെ ആ ഒരു പണിയണേൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്ലേയും കല്ലും കൂടുതലും ഉപയോഗിച്ചേക്കണത് ഇതിൽ ഇതാണല്ലേ, നമ്മുടെ കരിങ്കല്ലാണ് യൂസ് ചെയ്തേക്കണത് അല്ലേ. കരിങ്കല്ലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ പഴയ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, അടിപൊളി. എന്തായാലും കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടായേക്കുന്നതായിരിക്കും. അപ്പോൾ അതേ അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഒരു മറ്റൊരു സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട, ഇവിടെയും കുറേ ക്വാർട്ടേഴ്സുകളുടെയൊക്കെ ഒരു കുറേ ഇടിഞ്ഞൊളിഞ്ഞ കെട്ടികളും കാര്യങ്ങളൊക്കെ കാണാട്ടോ. അവശിഷ്ടങ്ങൾ, അത് തന്നെ പണ്ടത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി കാണണം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമക്ക് സെറ്റ് ഇട്ടേക്കണമെന്നല്ല കേട്ടോ, ഇത് പണ്ടത്തെ ഒരു ക്വാർട്ടേഴ്സും കാര്യങ്ങളും. യെസ്, അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ടായ അതേ കാലത്തുണ്ടായ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ. ഏകദേശം കുറേ പഴക്കമുണ്ടാവും ബ്രോ? എൻ്റെ എന്താ പറയുക, അച്ഛമ്മയുടെ ഒക്കെ ചെറുപ്പം. എൻ്റെ അച്ഛമ്മ മരിച്ചത് 2010-ലാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് 107 വയസ്സുണ്ട്. പുള്ളിക്കാരത്തി കുഞ്ഞിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം പഴക്കം കാണുമെന്നുള്ളത്. എന്തായാലും ഇവിടെ ഏതെങ്കിലും ഫിലിം എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ അല്ല, വേറെ ഇവിടെ ഈ അതായത് നമ്മുടെ ഈ തോട്ടത്തിലില്ല, വേറെ തോട്ടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. മറ്റേ ഭ്രമരവും പിന്നെ മറ്റേ അപരിചിതൻ, പിന്നെ കുറേ സിനിമകളുണ്ട്. ഓക്കെ ഒരുപാട് സിനിമകൾ. ഓക്കെ, അപ്പം നമുക്ക് ആ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ പോകാൻ പറ്റും. ഓക്കെ, പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അതെ, ഇത് അടിപൊളി സ്ഥലമുണ്ട്, നമ്മൾ അത്യാവശ്യം വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതായത് നമ്മൾ അടുത്തൊരു സൂപ്പർ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നു വന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇവിടെയൊക്കെ ഒരുപാട് നെല്ലിക്ക മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെ, നമ്മൾ ഒരെണ്ണമായിട്ട് പറിക്കാൻ നോക്കിയതുണ്ട്. അപ്പോൾ അല്ലാതെ കൊമ്പ് ഉൾപ്പെടെ ഇങ്ങോട്ട് പോകുന്നത് വേണ്ട. ഇതൊക്കെയാണ് നെല്ലിക്ക. അടിപൊളി. ചെറിയ നെല്ലിക്ക ഉണ്ട്, ചെറിയ നെല്ലിക്ക. ആ, പോണപ്പോൾ കാണാൻ കേട്ടായിരിക്കും. ഓക്കെ, നടക്കണം.
സനു അവിടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ്, നോക്കി വ്യൂ നോക്കി, അടിപൊളി. അതെ, നമ്മൾ അടുത്തൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. യെസ്, സനു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. കാരണം ഞാൻ കുറേ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇത് കാണു ഗൈസ്, അടിപൊളി. ഇവിടെ നാട്ടിലത്തെ പിള്ളേരൊക്കെ ഉണ്ട്. അതെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചേക്കണേ കണ്ട, നമ്മൾ തോട്ടത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താണത്? എൻ്റെ ദൈവം, ഇത് വേറെ ലെവലാണ് കേട്ടോ. എന്താണത്? വടി ഓടിക്കണോ? എടാ സനു ആണെങ്കിൽ വൻ കോമഡിയാണ് കേട്ടോ. അതായത് വടി ഓടിക്കും. നമുക്കൊരു മാനെ കാണാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവട്ടെ. നമ്മൾ പയ്യാണ് പോയിക്കൊണ്ടിരിക്കണേ. സനുവിനുണ്ട്, ഞാനും പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ എൻ്റെ ഈ ക്യാമറ മാറ്റിയിട്ട് ഞാൻ എൻ്റെ DSLR ക്യാമറ എടുക്കുകയാണ്. ഓക്കെ, ഒട്ടയാണെങ്കിൽ ഇത് കണ്ട കായ്സ് ഊട്ടിക്കുന്ന സീനാണിത്. ഇത് കണ്ട എന്റെ ദൈവം, ഇത് അട്ടയെന്ന് പറഞ്ഞാൽ എക്കെടുക്ക നടക്ക് ഭയങ്കര സീനാണ്. അട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മുട്ടനട്ടകളാൻ കാല് നിറച്ചട്ടേന്ന്. എന്റെ പൊന്നടിയാ, എൻ്റെ അമ്മ, എവിടെയെങ്കിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടയുടെ കടി കൊണ്ട് ചാകാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രക്കും അട്ടേനെ ഇവിടെ കേട്ടോ. എൻ്റെ അമ്മ, ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. കുറേ എണ്ണത്തിന് ഇപ്പോൾ എടുത്ത് വാങ്ങി. ഞാൻ പയ്യെ സംസാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു അനക്കം കിട്ടും. അപ്പം മാനാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈവൻ അതിനെ കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പയ്യെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു സ്ഥലത്ത്. എൻ്റെ അമ്മ, ബ്രോൻ്റെ കാലിൻ്റെ പുറകിൽ
ഇഷ്ടംപോലെ എന്താണ് ഞാൻ മംഗളത്ത് അവരേക്ക് ഇതുണ്ടേ കണ്ടാ ഒരട്ടുണ്ട് ചന്ദ്രി ചോക്കരാണ്. നാടിന്റെ ഭംഗിയാണോ അത്ര കൊല്ലുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ തൃശ്ശങ്ക സ്വർഗത്തിലാണ്. അതെ, ഞങ്ങളിപ്പോ പെട്ടിക്ക് തൃശ്ശങ്ക സ്വർഗത്തിലാണ്. അട്ടനെ കൊല്ലു, കാടിന് കാണും. അതാണ് ഇപ്പോഴത്തെ അവസരം. മൃഗങ്ങളെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താഴത്തോട്ട് നോക്കാനാണ്. താഴത്ത് കാലിലോട്ട് കയറുന്നുണ്ടാന്ന് നോക്കാനാണ്. പക്ഷെ മുകളിലോട്ടുള്ള ഭംഗി കാണാൻ പറ്റണല്ലോ കേട്ടോ. കേട്ടോ അതെ, വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കണേ. കൊച്ചിയിലാണെങ്കിൽ കൊതുക്, ഇവിടെ എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? അതെ, അവിടെ നമ്മുടെ ടൂറിസ്റ്റുകൾ പോയി അവിടെ വല്ല കൊറോണ കൊണ്ടുപോയെന്ന് അറിയില്ല. അതെ അതെ. എന്റെ പൊന്നത് ഒരു വേറെ വൈബാണ് കേട്ടോ. സ്ലിപ്പാവും, നോക്കി പോണം. എൻ്റെ ഈ കോലം നോക്കി എൻ്റെ പൊന്നെ ഗൈസ്, ഒരു രക്ഷയില്ലട്ടേ. ഞങ്ങളെല്ലാവരും ഉണ്ട്, കുറച്ച് പേര് അങ്ങനെ ഇടുന്നുണ്ട്. ആനത്തോട്ടിയായിട്ട് കിടക്കണം. ആനത്തോട്ടി ആന കണ്ടല്ലേ പൊളച്ചെങ്കിൽ നിർത്താലെന്ന് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ടപ്പോകാം. ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വൈബ് മൂടി ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല. കാരണം കുറേ നേരമായിട്ട് നമ്മൾ കാടിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇത് കാട് തന്നെയാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പെട്ടിക്കണ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അട്ടയാണ്. അട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഞങ്ങൾക്ക് മുകളിലോട്ട് കാഴ്ച ചുറ്റുമുള്ള കാഴ്ചകളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റണില്ല. ഞങ്ങൾക്ക് അട്ട കയറിയിട്ടുണ്ടെന്ന് നോക്കാൻ മാത്രമേ നേരമുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചന്ദ്രിക സോപ്പാണ്ടോ ഞങ്ങൾ അട്ടയെന്ന് രക്ഷിച്ചേക്കണത്. അപ്പോൾ അതെ അടിപൊളി. ഇത് അവിടെ അവർ വിളിച്ചോണ്ടിരിക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അവിടെ നോക്കി പോണം. തെന്നും സനു എന്നെ വീഴിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്തായാലും ആ അമ്മീ തെന്നി 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 ഇവിടെ ഈ ഉണങ്ങിക്കുന്ന സ്ഥലത്ത് ചവിട്ടി. പക്ഷെ അവിടെ കാലത്തിലൂടെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ നടക്കാൻ നേരത്ത് ഇങ്ങനെ തെന്നുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വലിയ വലിയ സ്റ്റെപ്സ് ഒന്നും വെക്കരുത്. നമ്മൾ ചെറിയ 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 സ്റ്റെപ്സ് വെച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതെ ദിലീപേട്ടൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞല്ലേ? അപ്പൊ അതെ ദിലീപേട്ടൻ നീയാ നീ ആദ്യമായിട്ട് പറഞ്ഞാ? ഫസ്റ്റ് ടൈം. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഇവിടെ ആയക്കൂടി BSNL മാത്രം റേഞ്ച് ഉള്ളു. BSNL മാത്രം റേഞ്ച് ഉള്ളു കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാവരും റേഞ്ച് കിട്ടിയതുകൊണ്ടൊന്ന് സംസാരിക്കാനായിട്ട്. എടാ തക്കു, നീ ഇരിക്കുമ്പോ വന്നിട്ടുണ്ടോ? ഇങ്ങനെ കുടുങ്കാടൊന്നും കേറിട്ടില്ല ബ്രോ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ തക്കുവാണ്ട ഈ ഒരു ട്രിപ്പിനെ മെയിനായിട്ട് എൻകറേജ് ചെയ്തത്. ഇതാ നിൽക്കണ മനുഷ്യനെ പരിചയപ്പെടുത്തി തന്നത് ഇവനാട്ടാ. അതെന്തായാലും അടിപൊളി. എങ്ങനെയുണ്ട് അച്ഛാ? വെടിച്ചില് അച്ഛൻ പിന്നെ ഇരിക്കുമ്പോ ഒക്കെ കേറിയിട്ടുണ്ടാവല്ലേ? കൊറേ കേറിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും വേണ്ട. കയ്യില് വടിയും കുറുവടിയും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ ഉണ്ട് കയറിയത്. എന്തായാലും കൊള്ളാം. നിങ്ങൾ മേലാൽ കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ചന്ദ്രിക സോപ്പാണ് ഏറ്റവും പെട്ടെന്ന് വരൂല. കിടക്കുന്ന പതപ്പിച്ച് മീതെ മാത്രം അടി തേക്കരുത്. അടി തേച്ചാൽ നമ്മൾ സ്ലിപ്പായി വീഴും. അവര് നടുപടി ചിലപ്പോൾ വേറെ തരത്തിൽ പോകേണ്ടി വരും. അത് പാടില്ല. അപ്പോൾ മീതെ മാത്രം ചന്ദ്രിക സോപ്പ് നല്ല പതക്കി കൊഴുപ്പാക്കി വെക്കുക. അടിപൊളി. അട്ട പോലും മേത്ത് കയറും. അതെ ഗൈസ്, ഇപ്പൊ കേട്ടത് ചന്ദ്രിക സോപ്പിന്റെ നമ്മുടെ ആഡും കാര്യം പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ലട്ടാ. മിനിയാൻ വിളിക്കണ്ട്. ഹലോ, നമ്മളിപ്പോ ചന്ദ്രിക സോപ്പിന്റെ ആഡും പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ലട്ടാ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ അവസ്ഥ പറഞ്ഞാണ്. അതെ സത്യം. അട്ടേന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ട് പോകുന്നത് മേത്തോട്ട് കയറൂല. അതൊരു ഭയങ്കര ഒരു സംഭവം ഉണ്ട്. അത് സമ്മതിച്ചു പോയ ഒരു കാര്യം ഉണ്ടാ. എന്തായാലും അടിപൊളി. ഞങ്ങൾ ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ സേഫ് ആണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഫോണിൽ BSNL മാത്രം റേഞ്ച് കിട്ടി. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു. അതെ 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 അതെ. ഇത്ര നേരം റേഞ്ച് ഉണ്ടായിരുന്നില്ല. എടാ എന്റെ ചാനല് കൂട്ടിക്കോ. അട്ട വാരിക്കോരി തേക്കണേണ്ടത്. അല്ല അട്ട വരാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണതേ തീരാറായി വാരിക്കോരി തേച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് തക്കു? പ്രതീക്ഷിച്ചില്ല. അട്ട അടി എങ്ങനെയുണ്ട്? അട്ട അടി
എന്തായാലും വൈബാണ്ട. ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വരാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റിയട്ടാ. ഗായ്സ് ഇത് കണ്ട നേരെ ഒരു പോക്കണ്ട. അത് നോക്കി, ഞങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം നോക്കി, സേഫ്റ്റിയാണ്. ഞങ്ങൾ ഏറ്റവും പയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കണ്ട സനു ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നോക്കി, ഞങ്ങൾ ഏകദേശം ഇതണ്ട ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളിങ്ങനെ കയറി വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ മുകളിലെത്തി. എങ്ങനെയുണ്ട് സനു? ഒരു രക്ഷയില്ല. ആ ചന്ദ്രിക കാലിൻ്റെ ഇടയിൽ തേക്കാൻ കാരണം സംഭവിച്ചതാണ് കേട്ടോ. ബാക്കി എങ്ങും പിടിച്ചിട്ടില്ല, ആ കാലിൻ്റെ ഇടയിൽ തേച്ചില്ല. പിടിച്ച് കമോൺ. ചന്ദ്രിക വെച്ച് തേക്കുന്ന ഒരു ഷോട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാനിതും പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഇടയിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഒപ്പം പോട്ടെ. അപ്പോൾ അതെ നമ്മൾ വീണ്ടും അടുത്ത കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയേക്കണേണ്ട. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ദിലീപേട്ടനുണ്ട്, സനു, എല്ലാവരും അച്ഛനേറ്റവും ഫ്രണ്ട് നടക്കണേണ്. വാ പോ. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അട്ടതേ ഇതേ കയറിക്കണേ. കണ്ട കൈ കണ്ട കയറിക്കണേ. ഇവനെന്ത് ചെയ്യണം? ഇവനെ ഇങ്ങോട്ട് വരച്ചു അപ്പോൾ അവനെൻ്റെ കൈ കയറി. ഗൈസ് ഇതാണ് മരത്തിൻ്റെ ഒരു സോളെന്ന് പറഞ്ഞാൽ കേട്ടോ. നോക്കി ഒടിഞ്ഞ് വീണേക്കണേ. എങ്ങാടാ പോയേക്കണെന്ന് നോക്കി. അവിടെ കിടപ്പുണ്ട് കേട്ടോ സാധനം. കണ്ട യെസ് യെസ് യെസ്. ഓക്കെ 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 ഓക്കെ. മാറി 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 മാറി. എന്താണ്? ഓക്കെ, നമ്മളൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാജേഷ് ബ്രോ പ്രാവശ്യം പേര് മാറിയിട്ടല്ലോ. രതീഷ് ഒരാഴ്ച കൂട്ടി കിടക്കണം. യെസ് പറയും. ഇത് കണ്ടോ മാന കിടക്കുന്ന പറയാം. മാൻ കിടക്കുന്ന സ്ഥലം അല്ലേ? എങ്ങനെ മനസ്സിലായി സംഭവം മാൻ കിടക്കണമെന്ന്? കാണും പറയാൻ പോലെ ആണല്ലേ. ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ നമ്മൾക്ക്. എത്ര 30-38 വർഷമായില്ലേ? അതെ വേണ്ട ശരിയാണ് കേട്ടോ. അതെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ മാൻ കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടോ? മാൻ കിടക്കുന്നത്. ഞാനും വരും പറ്റുന്ന. ഗൈസ് നമ്മളൊരു ഗുഹയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഗുഹ എന്തൊക്കെയാണെന്നുള്ളത് രതീഷ് ചേട്ടനോട് നമുക്ക് ചോദിച്ചിട്ട്
പറയാം. ഞങ്ങൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കണേണ്. സനു വിട്ടോ. ഇതുണ്ട് ഇവിടെയൊക്കെ ഒരു മാനൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് കണ്ട ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. ഇതേ പോണേണ്. സൂക്ഷിച്ചും കണ്ട്. ഓക്കെ അല്ലേ? നോക്കിപ്പോട്ടോ. കുഴപ്പമില്ല. ഇവിടെ പിടിക്കാനുള്ള ഇല്ല കുഴപ്പമില്ല. കേറിക്കോ. ഇതണ്ട ഇതാണ് ഗ്യാപ്പ് കേട്ടോ. ഒരാൾക്ക് കറക്റ്റ് പോകാനുള്ള ഗ്യാപ്പാണിത്. ഒരു കറക്റ്റ് ഒരു പോകാനുള്ള ഒരു ഗ്യാപ്പാണ് ഇതിൻ്റെ ഇടയിലുള്ളത്. വന്നി അത് വന്നി ഗൈസ്. ഓ മൈ ഗോഡ്, നോക്കി പാതാള ഗുഹ. എന്റെ അമ്മേ ഭയങ്കര സീനാണ്. ഇവിടെ നോക്കിയ തെന്നും അങ്ങനത്തെ ലൈവില് കാണും. അതെ പാതാള ഗുഹ. പൊളി വൈബ് എന്റെ പൊന്നറിയാ. സിംഹത്തിന്റെ മട. മക്കളെ ഇതൊക്കെ കണ്ട് ജീവിക്കുന്നതാണ് ജീവിതം. ഇതൊക്കെയാണ് ജീവിതം. ഞാനേ ഫ്ലാഷ് ഓൺ ചെയ്യാം. യെസ് നോക്കി പോണേ. ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ജീവിതം കേട്ടാ. നോക്ക് എന്റെ അമ്മോ. കളിമണ്ണ. ഓ എന്റെ പൊന്നളിയാ. നോക്കി. ഒയ്യോ അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടോ. ഞാൻ പറയണ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് നമ്മള് നോക്കി ഇവിടെ മാത്രം ലൈറ്റ് ഇങ്ങനെ അതിന്റെ ഇടയിൽ കൂടി വന്നിട്ട് വീണ്ടും നടക്കണേ. ഇവിടെ നോക്കിയേ. എന്നെടുത്ത് തെണ്ടിക്ക് അടിച്ചിട്ടുണ്ട് നിൽക്കുന്നത് കണ്ടോ. ഓ ഗൈസ് സാനിറ്റൈസർ എല്ലാ രീതിയിലും നമ്മൾ പ്രതിരോധിക്കണേ. അയ്യോ എന്റെ സാനിറ്റൈസർ പോയി. യെസ് ബ്രോ, എങ്ങനെ കണ്ടുപിടിച്ചു ഈ സ്ഥലമൊക്കെ? ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ മുതൽ ഇവിടെ കാണണല്ലേ. അതെ സത്യം. നമ്മളൊക്കെയുള്ള നഗരവാസികളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. അതെ തീർച്ചയായിട്ടും. അത്രത്തോളം വെടിച്ചില്ലെന്ന് പറഞ്ഞാൽ പോരാ. ഇത് വേറൊരാൾക്ക് വന്ന് പെടാനും പറ്റില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ ബൈച്ചാൻസിൽ വന്ന് പെട്ടെന്ന് ഈ കോയനെ കണ്ടു വേറെ വന്ന് ഞങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടി. കോയനിട്ടാ പോലെ ഇങ്ങനെ കഴിഞ്ഞിട്ടോ എനിക്ക് തോന്നുന്നതാ. പിന്നെ എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ ഞാൻ അപ്പൻ്റെ കൂടെ അവിടെ വന്നിട്ടുള്ളത്. അപ്പനൊക്കെ പരിചയ ശേഷം നമ്മളിപ്പോ ഇങ്ങനെ വന്നിട്ട് സൂപ്പർ സ്ഥലം അടിപൊളിയല്ലേ. പിന്നെ എന്റെ പൊന്നെ അടിപൊളിയാണോന്നാ. ഇത് കാണാൻ രണ്ടും ഇതാണല്ലേ. അതായത് അവിടുന്ന് മലയുടെ ഒരു പീക്ക് പൊളിഞ്ഞു വന്നിട്ട് കിടക്കണാണ്. അതായത് എന്റെ അപ്പന്റെ അങ്ങനെ അത് അങ്ങനെ വന്നിട്ട് സംഭവമാണത്. ഇത് മുകളിലൂടെ കയറാൻ പറ്റും. അവിടെ മറ്റേ ആലിന്റെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ വേരൊക്കെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് സൂപ്പറായിട്ട് കയറി പോകാൻ പറ്റും. ഓക്കെ ഞാൻ കാണിച്ചിട്ട് അപ്പൊ ഞങ്ങളങ്ങനെ ഓളോട് കയറാൻ പോണേ. ഓക്കെ എന്താവൂന്ന് അറിയാൻ പോലെ ആംബുലൻസ് പോലെ ഇവിടെ കിട്ടാൻ വഴിയില്ല. ഞങ്ങളതേ കയറാൻ പോണേ. ഓക്കെ അഡ്വഞ്ചർ ആണ് കേട്ടോ. അഡ്വഞ്ചർ ആയിട്ട് കയറണേ കേട്ടോ. യെസ് നോക്കി അത്ര ഹൈറ്റിലോട്ടാണ് നമ്മൾ കയറണം കേട്ടോ. അഡ്വഞ്ചർ ആണ്. നോക്കണേ
യെസ്, അപ്പൊ ഇതാണ്ട നമ്മുടെ സ്ഥലം. നമ്മളപ്പോ ഫൈനലി ഇവിടെയാണ് എത്തിപ്പെട്ടേക്കുന്നത്. ഇതൊരു ഗുഹയാണ്, അതായത് 2 പാറ സെന്ററിൽ വെളിച്ചം വരുന്ന വഴി. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെളിച്ചില്ല, അവിടെ ഒന്നും വെളിച്ചില്ല. അതെ അതെ, അതിന്റെ ഉള്ളിലൊന്നും വെളിച്ചില്ല കേട്ടോ. അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ടൊക്കെ കയറി നിൽക്കാനൊക്കെ ആയിട്ടൊക്കെ ഇതുണ്ട്. പക്ഷേ ഞങ്ങളൊന്നും നിൽക്കണ്ടോ. അപ്പൊ ഞങ്ങള് കഴിഞ്ഞപ്പോ തീർക്കില്ല ഇവിടുന്ന്. ഓക്കെ, കണ്ട സ്റ്റിൽ യങ് എന്ന് പറയണതിന്റെ കാരണം ഇതാണ്ടോ, സ്റ്റിൽ യങ് മാൻ. ഇത് നോക്കിയാ കയറി വനാണ്ടോ. ഇതാണ് മൈൻഡ്, ഇതായിരിക്കണം മൈൻഡ്. ഇതാണ് മൈൻഡ്. കണ്ട മോനെ, എല്ലാവരും അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട കേട്ടോ. റേഞ്ച് കയറ്റമാണ്. ഇത് കണ്ട, ഇതാണ് അവസ്ഥ. ഇത് കണ്ട, അട്ടയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കാലിലൊക്കെ. പക്ഷെ മോളിൽ ചെന്നിട്ടേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നീ കയറണം. കയറിക്കോ സനു, കയറിക്കോ. സനു ഇതാണ് നമ്മൾ വന്ന വഴി. അതിന്റെ ആ ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ വന്നത്. കണ്ട, ഇതിന്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ കയറി വന്നത്. അത്ര നല്ല അട ഇടിക്കുന്നുണ്ട്. ഇല്ല, അതാണ് വന്ന വഴി കേട്ടോ. കയറിക്കോ കയറിക്കോ. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. കണ്ടാ, ഇതൊക്കെയാണ് കേരളത്തിന്റെ ഒരു ട്രിക്ക് കേട്ടാ. കണ്ടാ കണ്ടാ, എന്തൊക്കെയാണെങ്കിലും അവസാനത്തെ കാലത്ത് കൈപിടിച്ച് കയറ്റാൻ മകൻ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു മോളിൽ നിന്നും വീഡിയോ എടുക്കണ്ടോ തക്കു. ശരിക്കും ഒരു രക്ഷയില്ലാത്തൊരു സംഭവം ഉണ്ടോ. അച്ഛാ, ലൈഫിൽ ഇതുപോലെ ഒരിക്കലേ കിട്ടുമോ. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യണം. തക്കു 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 സൂപ്പർ പൊളി സാധനം. ദിലീടോ അടിപൊളി. ഓ പൊളി. ഒരു രക്ഷയില്ല ഗായ്സ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല എന്താ പറയാ, ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. അതെ, ഞാൻ ഗോപ്രോയും കൂടി പിടിച്ചിട്ടുണ്ട്, സനുവിനെയും കിട്ടണമല്ല. അപ്പോൾ ഭയങ്കര റിഫ്രഷിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാക്റ്റ് കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പെട്ട് പോക എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒരാളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ സ്ഥിരം വന്ന ഒരാളാണ് രജീഷ് ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇപ്പം അഥവാ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് പോണേട്ടോ. എന്തായാലും നമുക്ക് പോവാം. അത് ഒരിക്കലും നടക്കില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഈ നാട്ടിലുള്ള ഒരാളുള്ളതുകൊണ്ട് മാത്രം ഉണ്ടാവും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയത്. അഥവാ ആരെങ്കിലും ഇതുപോലെ കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പാണ് 100% പെട്ടു. അത് അതിലൊരു ഗ്യാരണ്ടി, അത് ഞാൻ 100% ഗ്യാരണ്ടി പറഞ്ഞേണ്ട. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ്, മൊത്തത്തിൽ എക്സൈറ്റ്മെന്റ് ആണ്. ഞാനും സനും ഇവിടെ ഉള്ള ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും എക്സൈറ്റ്മെന്റ് ആണ്. എന്തായാലും ഇനി കണ്ടിന്യൂസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ്ട. ഈ മഴയും കാര്യങ്ങളൊക്കെ വരപ്പാ. സനു പൊളി.
എന്തോ ആ ആ ആ എന്റെ തടി കൂടുതലാന്ന് പറഞ്ഞു എന്താ രസം, ഇതാണ് എൻജോയ്. ഈ യൂട്യൂബ് ചാനല് വിൽക്കാൻ വേണ്ട, ഇത് എനിക്ക് വിറ്റട്ടാ. കാരണം ഞാനാണ് ഇപ്പൊ വീഡിയോ എടുക്കലും അഭിനയം മൊത്തം ജോസഫ് ഒരുപാട്. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കോളൂട്ടോ ജോസഫ്. കേട്ടില്ല. എന്താണ് ഇതിലൂടെ ജസ്റ്റ് ഒന്ന് വെക്കിട്ടോ ചെയ്യേ. എന്റെ പൊന്നെ ജോസഫ്, ഇത് പൊള്ളിട്ടാ. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിക്കോളൂട്ടാ. ആ അച്ഛന് ജോസ്മോനെ മതി, മോനെ വേണ്ട. ഹെവി റേഞ്ച് ആട്ടോ. ഇതിലോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടാ. ഒരിക്കലും പോയിട്ടില്ല ശരിക്കും പറഞ്ഞ കാട്ടിപ്പോയി. ഇത്ര ഡേഞ്ചറായിട്ട് കാടേറാൻ വാന്ന് പറഞ്ഞുള്ള പാട്ട് കേട്ടിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല. ജോസോല് ഇങ്ങോട്ട് നോക്കി. ആ ഇല്ല, ഇതൊക്കെ സേഫാണ്. ആ ആ അറിയാം അറിയാം. വിശ്വാസം വിട്, വിശ്വാസം വിട്. ആ കഴിഞ്ഞ ആ സാധനം വന്നിട്ടില്ല. ഇല്ല കുഴപ്പമില്ല. ഇല്ല, തട്ടണ്ട തട്ടണ്ട. ഇത് നോക്കി, ഒരു കുന്നട്ട ഫാമിലിയോടെ വന്ന് കിടക്കണേണ്ട. ഓ ഷാ, ഞാൻ സാനിറ്റൈസർ നോക്കാം. സാനിറ്റൈസർ നോക്കാം. നിക്ക് 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 നിക്ക്.
ആ എന്നാ എന്നാ ഏയ് എങ്ങനെ വന്നാലും ഇവിടെ അത്തേന് വാ പോവാ. നിക്കല്ലേ 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 അത്തേന് പോവാ. വാ വാ വാ. എന്റെ ഫോട്ടൊന്ന് വന്നേക്കും. അടുത്തടുത്ത് കേറിക്കോ കേറിക്കോ കേറിക്കോ. കാലിനടുത്ത് തട്ട് എങ്ങനെ തോണ്ടിക്കളയേ. ഓരോ കൊമ്പിലും പിടിച്ചു പിടിച്ച് വേണം കേട്ടോ ഇവിടെ കയറാണ്ട്. ഇവിടെ സീനാണ്. അവരവിടെ എത്തി, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അച്ഛനാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓ പൊളി വൈവാണ്ട. അച്ഛനൊക്കെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. മനസ്സ് ചെറുപ്പം പ്രായമായ അപ്പൂപ്പനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സ് ചെറുപ്പം മനസ്സ് ചെറുപ്പമാണെന്നാണ് അച്ഛൻ ഇപ്പോഴും പറയുന്നത്. നമ്മളൊക്കെ വേറെ റേഞ്ചിലാണ് ഇപ്പോഴും. വരണ്ട വരണ്ട വരണ്ട. വണ്ട വണ്ട ബാക്കിലുണ്ട്, പേടിക്കണ്ട. ജീവിതത്തിന് ഇനിയും കുറെ അനുഭവിക്കാണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ആനപ്പിണ്ടുള്ള ആനപ്പിണ്ട എടുത്തില്ല. ആനപ്പിണ്ട വണ്ടി കിടക്കണേ. ആനപ്പിണ്ടം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ എത്തേണ്ട അടുത്ത് എത്തിയെന്ന് തോന്നണ്. ആരും കാണില്ല. അച്ഛനുണ്ട് ഇവിടെ. അച്ഛന് പിന്നെ നമ്മളെ വിട്ടിട്ടൊരു പരിപാടിയില്ലല്ലോ, അത് കാരണം നമ്മളെ നോക്കി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
ഇതൊക്കെ വേറെ വൈബാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുമെന്നും കൂടി അറിയില്ല. എന്നാലും ശരിക്കും ഹാപ്പിയാണ്. ഞാൻ ഫ്രണ്ടോട് കയറട്ടോ. സനോന്തി പോളി ഇതാണ് ഇവിടത്തെ മൂപ്പനാണ് ഈ ഓടിപ്പോണത്. മൂപ്പൻ ഓടിപ്പോണേട്ടാ. നമ്മ തിരിച്ചിവിടെ വേറൊരു സ്ഥലത്തെത്തിരിക്കുകയാണ്. അടിപൊളി സ്ഥലം. വീഡിയോ ആണേ. ഈ കാണുന്നതെല്ലാം അട്ടകളാണ് കേട്ടോ. ഇത് നോക്കിയേ, ആയിരക്കണക്കിന് അട്ടകളാണ് എൻ്റെ കാലിൽ കടിച്ചേക്കണത്. കുഞ്ഞും ചെറുതും എല്ലാം കൂടി ആയിട്ട് കുറേ ഉണ്ട് ഗൈസ്. മൊത്തം അട്ടകളാണ്. എൻ്റെ ദൈവമേ, ഈ ചെരുപ്പിൽ നിറച്ചട്ടകളാണ് കേട്ടോ. എവിടെ ഉണ്ട് സാനിറ്റൈസർ? അടിപൊളി അടുത്ത സ്ഥലം. വരാം അതേ. എൻ്റെ ബാഗ് അറിയില്ല. അപ്പം എല്ലാം തേച്ച് പോവല്ലോ. അതെ
തനുമോൻ ഇവിടെ തകർക്കുന്ന കാലിലൊക്കെ വാടാ